വോട്ടും കട്ടനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലമാണ് പരിശോധിക്കുന്നത്. 25 വർഷക്കാലം കോൺഗ്രസ് വിജയിച്ചു വന്ന നിയമസഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂർ. പിന്നീട് കഴിഞ്ഞ 10 വർഷമായി LDF ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നു. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണയും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു തൃശ്ശൂരിൽ നടക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൻ്റെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്, ആർക്കാണ് വിജയസാധ്യത തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഏതായാലും പരിശോധിക്കാം. ആൽവിനും ER രാഗേഷും എൻ്റെ ഒപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ പത്മജ തന്നെ മത്സരിക്കുന്നു. BJP കഴിഞ്ഞ തവണ നേടിയ എഡ്ജ് നിലനിർത്താനും കൂടെ കഴിഞ്ഞാൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുമോ? തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ കഴിഞ്ഞ തവണത്തെ കാര്യം തന്നെ തുടങ്ങാം. 3 പാർട്ടികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 4000 താഴെ മാത്രമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അതായത് ഏതാണ്ട് 44,000 വോട്ടാണ് P. ബാലചന്ദ്രൻ ലഭിച്ചിട്ടുള്ളത്. 43,000 വോട്ട് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ലഭിച്ചു. ഏതാണ്ട് 40,000 മുകളിൽ വോട്ട് അന്ന് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കും ലഭിച്ചു. അന്ന് സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളാണ് ഒരു പക്ഷേ പത്മജ വേണുഗോപാലിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചത്. പക്ഷേ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നില്ല എന്ന് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടു. കാരണം തൃശ്ശൂരിൽ ഈ പറയുന്ന അന്ന് 3ാം സ്ഥാനത്ത് വന്ന സുരേഷ് ഗോപി ഏതാണ്ട് 14,000 ചില്ലറ വോട്ടുകളെ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും NDAക്ക് അവിടെ ഒരു അടിസ്ഥാന വോട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പ്രവചനാതീതമാണ് ഇത്തവണ. ആസിഫ് സൂചിപ്പിച്ചപ്പോൾ തന്നെ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ 2 തവണ അവിടെ തോറ്റ സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ അവർ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കും. തീർച്ചയായും അതൊരു UDF മണ്ഡലമാണ്. പരമ്പരാഗതമായി നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 2011 മുമ്പ് വരെ CPM മത്സരിച്ച സീറ്റായിരുന്നു. പിന്നീട് CPI വന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ ഉള്ളങ്കയിൽ വെച്ച് ഏതാണ്ട് 5 തവണ നിയമസഭയിലേക്ക് പോയ മണ്ഡലമാണ്. പക്ഷെ അതിൻ്റെ ആ മണ്ഡലത്തെ ഇപ്പുറത്ത് LDFൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് VS സുനിൽകുമാറാണ്. സുനിൽകുമാർ ആദ്യം 2006 ചേർപ്പിൽ, അതായത് തുടർച്ചയായി CPI ജയിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് ജയിച്ചു വരുന്നു. പിന്നീട് പുനർനിർണയം വന്നപ്പോൾ കയ്പമംഗലത്തേക്ക് അദ്ദേഹം മാറുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പല കാരണങ്ങൾ കൊണ്ട് തൃശ്ശൂരിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ മാർജിൻ ഏതാണ്ട് 6,000-7,000 വോട്ടിന് അവിടെ ജയിക്കുന്നതാണ് കണ്ടത്. അതിൽ നിന്ന് മാറി P. ബാലചന്ദ്രൻ വരുമ്പോൾ അവിടെ സീറ്റ് നിർത്തി. പക്ഷേ വലിയ വോട്ട് വ്യത്യാസം CPIയുടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPIയുടെ അങ്ങനെ നോക്കുമ്പോൾ വോട്ട് കുറവ് അവിടെ CPIക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾ അന്ന് സുനിൽകുമാർ നേടിയെങ്കിൽ അത് ഏതാണ്ട് 44,000-ൽ വന്ന് നിൽക്കുകയാണ് കഴിഞ്ഞ തവണ. അപ്പോൾ അവിടെ CPIയുടെ വോട്ടിൽ ഒരു കുറവ് വന്നിട്ടെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവചനാതീതമാണ്. പക്ഷേ BJP തള്ളിക്കളയാൻ കഴിയില്ല. BJPക്ക് വലിയ സാധ്യത ഇപ്പോഴും തൃശ്ശൂർ കൽപ്പിക്കുന്നെന്ന് പറയാം. ഒരു കാരണം അതിൽ അവർക്ക് അടിസ്ഥാന വോട്ട് ഉണ്ട് എന്നുള്ളതാണ്. 2, പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ പരിചിതമാണ്. പത്മജ കരുണാകരൻ്റെ മകളാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മത്സരിക്കുമ്പോൾ കരുണാകരൻ്റെ മകൾ എന്നൊരു ഇമേജിൽ മത്സരിക്കും. അതിൽ നിന്നൊക്കെ മാറി ആളുകളോട് ഇടപെടുന്ന രീതിയിലൊക്കെ തന്നെ പത്മജ വേണുഗോപാൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ UDFനും അവിടെ തീർച്ചയായും മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം തദ്ദേശത്തിലെ കണക്കുകളൊക്കെ തന്നെ അവർക്ക് വലിയ അനുകൂലമാണ്. രാജൻ ജെ പല്ലൻ തൃശ്ശൂരുകാരനാണ്, മുൻ മേയറാണ്, നിലവിൽ കൗൺസിലറാണ് അദ്ദേഹം ഗാന്ധിനഗർ ഡിവിഷനിലെ. മാത്രവുമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നൊരു ഇമേജൊക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചും തീർച്ചയായും മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്രമാത്രം വിജയിക്കാൻ കഴിയും? കാരണം അത് ഒന്നാമത്തെ കാര്യം, അതൊരു LDF മണ്ഡലമല്ല. പിന്നീട് തൃശ്ശൂരുകാരനല്ലാത്തൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം സാംസ്കാരിക രംഗത്തെ പ്രമുഖനാണ്. പണ്ട് ONV ഒക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പല സാംസ്കാരിക നായരെയും മുമ്പ് മത്സരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ പോലും ചില ചോദ്യങ്ങൾ അണികളുടെ ഭാഗത്ത് തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് VS സുനിൽകുമാറിനെ പോലെ വളരെ ക്യാപ്പബിളായ സ്ഥാനാർത്ഥികൾ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനൊരു പരീക്ഷണം അതും ഈ ഘട്ടത്തിൽ വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും തൃശ്ശൂർ പ്രവചനാതീതമായ മണ്ഡലമാണ്. അൽവിനെ, ഈ UDFകാർക്ക് ഇത്തവണ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമോ? കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വോട്ട് ചെയ്ത ആൾ ഇപ്രാവശ്യം NDAയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇനി വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ പേര് കാണുന്ന അപ്പുറത്ത് താമര, മുകളിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ വേറൊരാളുണ്ട്. മൊത്തം ഒരു കൺഫ്യൂഷൻ ആവുമോ UDFകാർക്ക്? UDFകാർക്ക് കൺഫ്യൂഷൻ തന്നെ വളരെ കൃത്യമായി രാഷ്ട്രീയപരമായി ചിഹ്നം നോക്കി തന്നെ വോട്ട് ചെയ്യുന്നവരാണ് UDF എന്ന് പറയുന്നത്. അതിന് തിരക്കൊന്നുമില്ല. ഇപ്പോൾ രാഷ്ട്രീയ പറഞ്ഞിടത്തും തുടങ്ങാം നമുക്ക്. ഈ പറഞ്ഞതുപോലെ തേറമ്പിൽ രാമകൃഷ്ണൻ കയ്യിൽ അടക്കി വെച്ചിരുന്ന ഒരു മണ്ഡലം തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെടുന്നു. പക്ഷേ ഇത്തവണ പല ഘടകങ്ങളിൽ UDFന് അനുകൂലമാകുമെന്ന് പറയാം. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം. കോർപ്പറേഷൻ പരിധിയിൽ മാത്രമാണ് ഈ ഉള്ളത്. 42 വാർഡുകളുണ്ട്. അതിനകത്ത് 25 വാർഡുകൾ UDF ആണ്. LDFന് 8ഉം NDAക്ക് 7 വാർഡുകളാണുള്ളത്. ഒന്ന്. പിന്നെ കഴിഞ്ഞ തവണ പത്മജ തോറ്റു പോകുന്നത് ഏതാണ്ട് 946 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. ഇത്തവണ നല്ല സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത്
ഒന്നാമത്തെ ഘടകം. രാജൻ ജെ പല്ലൻ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുൻ കോർപ്പറേഷൻ മുൻ മേയറാണ്, ഇപ്പോൾ കൗൺസിലറാണ്. അവിടെ അടിസ്ഥാനമായി യുവാക്കളുമായി നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ രാജൻ ജെ പല്ലനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നീട് കരുണാകരൻ്റെ മകൾ എന്ന നിലയിലാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ. പക്ഷേ ഇത്തവണ കരുണാകരൻ്റെ മോള് ആ പാളയത്തിൽ നിന്ന് ചുവട് മാറ്റി BJP ശത്രുപാളയമായ BJP പോയി മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് യാതൊരു തരത്തിലുള്ള ചലനവും കോൺഗ്രസ് വോട്ടുകളിലോ UDF വോട്ടുകളിലോ ഉണ്ടാക്കില്ല. സാധാരണക്കാരായ ആളുകൾക്ക് പോലും അതിൽ കൃത്യമായി അത് മനസ്സിലാക്കിയേ വോട്ട് ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ മത്സരം BJPയും UDFും തമ്മിൽ തന്നെയാണ്. BJPയും UDFും തമ്മിൽ തന്നെ. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ P. ബാലചന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ എന്ത് കാരണത്തിന് അവിടെ നിന്ന് മാറ്റി എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. CPI എന്തിനാണ് അങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് മാറ്റുന്നത്? കഴിഞ്ഞ തവണ ഒരു തവണ മത്സരിച്ച ആളാണ്. എന്തുകൊണ്ടത് മാറി? എന്തുകൊണ്ട് ആ സ്ഥാനാർത്ഥി അവിടെ നിന്ന് മാറി? കൃത്യമായൊരു കാരണം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. P. ബാലചന്ദ്രൻ കഴിഞ്ഞ തവണ 34.25 വോട്ടാണ് ശതമാന കണക്ക് വെച്ച് നോക്കിയാൽ വോട്ട് പിടിച്ചത്, ജയിച്ചു വന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ഇപ്പോൾ ഇത്തരത്തിൽ ആലങ്കോടിനെ പോലൊരു ആളെ അവിടെ ഇറക്കുമ്പോൾ അത് വലിയൊരു പരീക്ഷണം തന്നെയല്ലേ? വലിയൊരു അത് മനസ്സിലാക്കാൻ CPIക്കോ LDFനോ പറ്റിയില്ലേ, സാധിച്ചില്ലേ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം സാംസ്കാരിക രംഗത്തൊക്കെ അറിയപ്പെടുന്ന ആളായിരിക്കാം, പക്ഷേ ഒരു സെലിബ്രിറ്റി എന്ന നിലയിലൊന്നും അല്ല അദ്ദേഹത്തെ അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക, പക്ഷേ മറ്റ് മണ്ഡലങ്ങൾ ഇപ്പോൾ പിഷാരടിയുടെ കാര്യം പറയുന്നത് പോലെ നമ്മൾ UDFിൽ പരീക്ഷിച്ചതുപോലെ ഒരു സെലിബ്രിറ്റി മുഖം എന്ന നിലയിൽ അദ്ദേഹത്തെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ CPIക്ക് ഇത്തവണ കടുത്ത മത്സരമായിരിക്കും ഉണ്ടാവുക. അത്തവണ അത് BJPയും UDFിലെയും കാര്യങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ CPI ഒരുപക്ഷെ മൂന്നാം നിലയിലേക്ക് തെന്നി വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ കോൺഗ്രസിനെ ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല്ലൻ വളരെ അവിടെ ഡൗൺ ടു എർത്തായി ജനങ്ങളുമായി ബന്ധമുള്ള ആളാണ്. ഇപ്പോഴും അദ്ദേഹം കൗൺസിലറായി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അദ്ദേഹത്തെ തുണയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഇതിനൊക്കെ അപ്പുറം ഇപ്പോൾ BJPക്ക് തലവേദനയായി അടുത്ത ഒരു വിഷയം കൂടെ വന്നിരിക്കുകയാണ്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൻ്റെ വിഷയങ്ങൾ. ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടുത്തെ മെത്രാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു ഈ നിയമത്തിൽ ഉണ്ടായ ഭേദഗതി അതിനെതിരെ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ അത് വളരെ കൃത്യമായി അത് രൂക്ഷ വിമർശനം എന്ന നിലയിൽ തന്നെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ ഈ പറയുന്ന നടത്തുന്ന ഓരോ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഇതായിരിക്കാം, അതൊക്കെ നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ നിയമ ഭേദഗതികളിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിലാക്കി വരികയാണ്. ഇപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അവരത് തുറന്ന് വളരെ കൃത്യമായി പറയുന്നു. ഇനിയൊരു ചർച്ചയില്ല എന്ന് പോലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ വരുന്ന ദിനങ്ങളിൽ ഈ വിരലെണ്ണാവുന്ന വളരെ കുറച്ച് ദിനങ്ങളിൽ ഇതിനെ എങ്ങനെ ന്യായീകരിച്ച് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലേക്ക് നീങ്ങും എന്നുള്ളത് വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും എനിക്കും അതൊരു പ്രധാന. പക്ഷേ എനിക്ക് രാകേഷ് പറഞ്ഞൊരു അഭിപ്രായത്തെ NDAയ്ക്ക് ഒരു ബേസ് എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കൂടി ഒരു വോട്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് അവരത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സുരേഷ് ഗോപി വന്നപ്പോൾ അത് വലിയ മുന്നേറ്റം, 31% വോട്ട് എന്ന് പറയുന്നത് വലിയ കുതിച്ചുചാട്ടമായിരുന്നു. അതായത് 40,457 വോട്ട് സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാൽ 43,317 വോട്ടും. അപ്പോൾ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. പക്ഷേ അത് ലോക്സഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമല്ല BJP വലിയ രീതിയിൽ പിന്നോക്കം നിന്നിരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ച ഒരു ബേസ് ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ പത്മജയ്ക്കെതിരെ നിന്ന സുരേഷ് ഗോപിയാണ് അവിടെ പത്മജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അത്രത്തോളം വോട്ട് ഈ ആൽവിൻ പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം കൂടി വരുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്കൊന്നും ഒരു പക്ഷേ CPI പോയേക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിലവിലത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നല്ല സ്ഥാനാർത്ഥിയാണോ LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ 100% അങ്ങനെ ആ മണ്ഡലത്തിന് പറ്റുന്ന സൂട്ടായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. കാരണം VS സുനിൽകുമാർ ആയിരുന്നെങ്കിൽ അവിടെ LDFിന് കണ്ണും പൂട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് തന്നെയായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. ഒരു ഫൈറ്റ് പോലും അതിനുള്ള അത്രത്തോളം ഫൈറ്റ് പോലും കൊടുക്കേണ്ട കാര്യത്തിലായിരുന്നു.
അല്ല, ഇത്തവണ വലിയ ഫൈറ്റ് കൊടുക്കണം. പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അവിടെ മത്സരം എന്ന് നമ്മൾ ഒറ്റയടിക്ക് എഴുതി തരുന്നതിൽ അർത്ഥമില്ല എനിക്ക് തോന്നുന്നു. കാരണം പത്മജ വേണുഗോപാൽ വരുമ്പോൾ അത് കരുണാകരന്റെ ലെഗസി ഒന്നും അവിടെ അങ്ങനെ പത്മജയ്ക്ക് വോട്ടായി മാറില്ല എന്ന് ആൽബി തന്നെ പറയുന്നു. പക്ഷേ ബി ജെ പി വോട്ടുകൾ മാത്രം വരികയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ മുഴുവൻ പത്മജയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ പോലും ആ ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിലവിൽ വന്ന ഈ ഒരു വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിലെ പുതിയ നിയമം അതില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ശക്തമായി പത്മജയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഇഴഞ്ഞു മാത്രമേ ബി ജെ പിക്ക് അവരുടെ മുന്നോട്ട് പോക്ക് ഉണ്ടാകുകയുള്ളൂ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് ബാധിക്കാൻ സാധ്യതയില്ലേ ശരിക്കും പറഞ്ഞാൽ? നമുക്കിപ്പോൾ സുനിൽകുമാർ തന്നെ തുടങ്ങാൻ തോന്നുന്നു. കാരണം ചില ആളുകളുണ്ടല്ലോ എവിടെ കൊണ്ടിട്ടാലും ജയിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ സുനിൽകുമാറിന് അത്തരം ഒരു കപ്പാസിറ്റി ഉള്ളൊരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലായിട്ട്. അതിപ്പോൾ അതിൽ പാളിപ്പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ മാത്രമാണ്. അത് പ്രത്യേക സാഹചര്യത്തിൽ സുരേഷ് ഗോപി അവിടെ അനുകൂലമായൊരു വികാരമുണ്ട്. അത് പാർട്ടിക്ക് അതീതമാണ്. അതിപ്പോൾ എല്ലാ ഭാഗത്തും LDF-ന്റെ വോട്ടിൽ ചോർച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, പക്ഷേ ചില CPI-യുടെ ഒക്കെ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ നാട്ടിക പോലുള്ള മണ്ഡലം എടുക്കുകയാണെങ്കിൽ അവിടെ വലിയ മുന്നേറ്റം. തൃശ്ശൂർ സ്വാഭാവികമായിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയി. അതെ, നാട്ടികയിലൊക്കെ വലിയ മുന്നേറ്റം സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ സംശയമില്ല, സുനിൽകുമാർ തന്നെയായിരുന്നു CPI സംബന്ധിച്ച് തൃശ്ശൂരിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്. രണ്ടാമത്തെ കാര്യം ആൽവിൻ പറഞ്ഞ പോലെ FCRA നിയമ ഭേദഗതി അവിടെ വലിയ ഒരുപക്ഷെ സ്വാധീനം ഉണ്ടാകും. കാരണം ക്രൈസ്തവ സഭകളുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചു വരുന്നത്. കാരണം ഒല്ലൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ തൃശ്ശൂർ നഗരമണ്ഡലത്തിൽ വലിയ മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കി. പക്ഷേ കോൺഗ്രസിനകത്തും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വിഭാഗം ആളുകളൊക്കെ തന്നെ രഹസ്യയോഗം ചേർന്ന അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. കാരണം പൊതുവെ ഈ മത സാമുദായിക ഇക്വേഷൻസ് വലിയ തോതിൽ പാലിക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ DCC പ്രസിഡന്റ് ക്രൈസ്തവ വിഭാഗത്തിനാണ്, ഇപ്പം മത്സരിക്കുന്ന രാജൻ ജെ പല്ലൻ ക്രൈസ്തവ വിഭാഗത്തിനാണ്, മേയർ ക്രൈസ്തവ വിഭാഗത്തിനാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ സ്ഥാനാർത്ഥിയിൽ ഒരു നമ്മളെ വാർത്തകളിലൊക്കെ തന്നെ കണ്ടതാണ്, കോൺഗ്രസിനകത്ത് തന്നെ ചില അതൃപ്തിയൊക്കെ ഉണ്ട്. പരസ്യമായ അത്ര വലിയ തോതിൽ വന്നില്ലെങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. BJP അത് വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് പരസ്യമായിട്ടല്ല, പത്മജ വേണുഗോപാലിൻ്റെ അടക്കമുള്ളവരെ ക്യാമ്പയിനിങ് ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ പരാമർശിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് തൃശ്ശൂരിൽ ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടമെന്ന് ഞാൻ ഏതായാലും പറയുന്നില്ല, ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ്, പ്രവചാതീതം തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂരുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ പറയുമ്പോൾ മണ്ഡലത്തിന് ചരിത്രം എടുത്താൽ കോൺഗ്രസ് എല്ലാ കാലത്തും അത് 25 കൊല്ലമൊക്കെ തെരമ്പിൽ തന്നെ തുടർച്ചയായി മത്സരിച്ച് പിടിച്ചെടുക്കാനുള്ള ശേഷിയുള്ള ആളുകളുണ്ട്. സുനിൽകുമാർ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പിടിച്ചെടുത്താണ്. അന്ന് സുനിൽകുമാർ അല്ലായിരുന്നെങ്കിൽ ആ തവണ ഒരുപക്ഷെ മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം 6,987 വോട്ടുകളുടെ ഭൂരിപക്ഷം കപ്പാസിറ്റി കൊണ്ട് പിടിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തേറമ്പിൽ ഇപ്പോൾ ഈ തേറമ്പിലിന്റെ കാൻഡിഡേറ്റ് അല്ല കേട്ടോ രജനി പല്ലൻ. തേറമ്പിൽ പറഞ്ഞ പേര് ഞാൻ മനസ്സിലാക്കുന്നത് TV ചന്ദ്രമോഹന്റെ പേരാണ്. പിന്നീടാണ് ഈ പേരിലേക്കൊക്കെ വന്നത്. ഒടുവിൽ രാജൻ ജെ പല്ലലിലേക്ക് എത്തുകയായിരുന്നു. അവർ അവിടെ DCCയും വളരെ കൃത്യമായി അതിൽ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ അദ്ദേഹം തേറമ്പിലിനെ പോയി കാണുകയും ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ പോയി തേറമ്പിലുമായി കണ്ട് സംസാരിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഈ കമ്മ്യൂണൽ രീതി എന്ന് വെച്ച് നോക്കുമ്പോൾ സാധാരണ നമുക്കറിയാവുന്ന ഒരു തേറമ്പിൽ മത്സരിച്ച് വന്നൊരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ RC വിഭാഗത്തിൽ നിന്നാണ് രാജ്യപല്ലം വരുന്നതെന്നുള്ള ഒരു ഇതുമുണ്ട്. അപ്പോൾ BJP ഇതിനകത്ത് ഈ മറ്റൊരു കമ്മ്യൂണൽ സംഗതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചാലും ഇപ്പോൾ BJPക്ക് ഏറ്റവും വലിയ തലവേദന ഇത് തന്നെയാണ്. ഈ FCRA നിയമപദ്ധതി തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇത് വരുന്നതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ന് കേരളത്തിലുള്ള മിക്കവാറും ബിഷപ്പുമാർ അവരെടുത്ത് ഈ വിഷയങ്ങൾ വരികയാണ്. അപ്പം അത് വലിയ തോതിൽ BJP അതിനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഈ കോൺഗ്രസിന്റെ ബേസ് വോട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ചോർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സുരേഷ് ഗോപി 55,000 വോട്ട് നേടി ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ പോലും 40,940 വോട്ട് നേടി കെ മുരളീധരൻ ചെറിയ സുരേഷ് ഗോപി വ്യക്തിപരമായി പിടിച്ച വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകൾ അവിടെ തന്നെ നിന്നു. അതാണ് ഞാൻ എന്റെ പല മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ സ്റ്റാർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു താരപരിവേഷത്തിൽ വരുമ്പോൾ അവിടെ BJPക്ക് വോട്ടുണ്ടോ എന്ന് പത്മജ വേണുഗോപാൽ ഇത്തവണ ഒരു രാഷ്ട്രീയ പറഞ്ഞൊരു വോട്ട് പിടിക്കുന്നപ്പോഴത്തേക്ക് വ്യക്തിപരമായ കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞു വോട്ട്. എന്തായാലും നമുക്ക് സമയം എന്തായാലും അവസാനിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ ഇത്തവണയും അതിശക്തമായുള്ള മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ ഇത്തവണ BJPക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുന്നു. കഴിഞ്ഞ തവണ പത്മജയ്ക്കെതിരെ സുരേഷ് ഗോപി തന്നെ പത്മജയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു. അങ്ങനെ
അങ്ങനെ CPIയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിട്ടുണ്ട്, അതിന് സഭയുടെ അടക്കം പിന്തുണയുണ്ട് എന്നുള്ള ചർച്ചകളുണ്ട്. ഏതായാലും എന്തായിരിക്കും തൃശ്ശൂരിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശക്തമായുള്ള ഒരു മത്സരം തന്നെ തൃശ്ശൂരും ഇത്തവണ കേരളത്തിന് സമ്മാനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്നത്തെ വോട്ടും കട്ടനും ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.